Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and in our today's class we are continuing the important personalities in Indian history. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത് പ്രശസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ആണ്. അതിന് തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ്സും. So in our today's class we are going to start with Bhagat Singh. Bhagat Singh. Bhagat Singh, popularly known as Shahid or Shahid-e-Azam. He was born on 1907 September 28 at Banga, Punjab. That is now in Pakistan. He popularized the famous slogan Inqilab Zindabad, that is Long Live Revolution, coined by Maulana Hasrat Mohani in 1921. He was a member of Hindustan Republican Association formed in 1924. In 1926, he formed the revolutionary youth movement, the Naujawan Bharat Sabha. In 1928, he formed the Hindustan Socialistic Republican Association, HSRA, along with Chandrasekhar Azad and Sukhdev. In December 1928, he along with Rajguru and Chandrasekhar Azad assassinated a British officer, Sanderson. In April 1929, he along with Badukeshwar Dutt exploded 2 bombs inside the Central Legislative Assembly, Delhi. Considering these 2 incidents and charged him and hanged in Lahore jail on 23rd March 1931. He is known as the Prince of Martyrs. His famous quote was, "They may kill me, but not my ideas." Bhagat Singh Memorial is situated at Lahore, that is Bhagat Singh Chowk. The famous journal written by Bhagat Singh during his prison time was "Why I Am an Atheist." ഇപ്പോൾ അടുത്തത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. ഭഗത് സിംഗ് പോപ്പുലറായി അറിയപ്പെടുന്ന പേരുകളാണ് ഷഹീദ് അല്ലെങ്കിൽ ഷഹീദ്-ഇ-അസം. ഭഗത് സിംഗ് പൊതുവിൽ അറിയപ്പെടുന്ന പേരുകളാണ് ഷഹീദ് അല്ലെങ്കിൽ ഷഹീദ്-ഇ-അസം. അദ്ദേഹം ജനിച്ചത് 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ബംഗയിലാണ്. ഇപ്പോൾ ഈ സ്ഥലം പാകിസ്ഥാനിലാണ്. അദ്ദേഹത്തിന്റെ ജനനം 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ബംഗ എന്ന സ്ഥലത്താണ്. അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. അദ്ദേഹമാണ് ഇൻകുലാബ് സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ പ്രശസ്തമാക്കിയത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കിയ വ്യക്തിയാണ് ഭഗത് സിംഗ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന വിപ്ലവത്തിന്റെ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് 1921 മൗലാന ഹസ്രത് മൊഹാനിയാണ്. ഇപ്പൊ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മൗലാന ഹസ്രത് മൊഹാനി. അദ്ദേഹം 1921 ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയ വ്യക്തിയാണ് ഭഗത് സിംഗ്. അദ്ദേഹം 1924 രൂപം കൊണ്ട HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയിൽ അംഗമായിരുന്നു. 1924 രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ HRAയിലെ അംഗമായിരുന്നു ഭഗത് സിംഗ്. 1926 അദ്ദേഹം ചെറുപ്പക്കാർക്കായി സ്ഥാപിച്ച വിപ്ലവ സംഘടനയാണ് നൗജവാൻ ഭാരത് സഭ. 1926 ഭഗത് സിംഗ് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ച വിപ്ലവ സംഘടനയാണ് നൗജവാൻ ഭാരത് സഭ. 1928 അദ്ദേഹം ചന്ദ്രശേഖർ ആസാദും സുഖ്ദേവും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ HSRA. 1928 ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് മുതലായവർ ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ HSRA.
1928 ഡിസംബറില് ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ് എന്നിവർ ചേർന്ന് ഒരു ബ്രിട്ടീഷ് ഓഫീസറായ സാൻഡേഴ്സിനെ വധിക്കുന്നു. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായിട്ട് 1928 ഡിസംബറില് ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ് എന്നിവർ ചേർന്ന് പങ്കെടുത്ത് വധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ. പിന്നീട് 1929 ഏപ്രിലില് ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞു. 1929 ഏപ്രിലില് ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞു. ഈ രണ്ട് കേസും കൂട്ടിച്ചേർത്ത് ലാഹോർ കോൺസ്പിറസി എന്ന കേസിൽ ബ്രിട്ടീഷുകാർ വിചാരണ ചെയ്ത് ഭഗത് സിംഗിനെ 1931 മാർച്ച് 23 ലാഹോർ ജയിലിൽ തൂക്കിലേറ്റി. സാൻഡേഴ്സണെ 1928 വധിച്ച കേസും 1929 ഡൽഹിയിലെ ബോംബ് എറിഞ്ഞ കേസും ഒരുമിച്ച് ചേർത്ത് ലാഹോർ ഗൂഢാലോചന എന്ന പേരില് ഭഗത് സിംഗിന് ചാർജ് ചെയ്യുകയും അതില് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നത് 1931 മാർച്ച് 23 ലാഹോർ ജയിലിലാണ്. ഭഗത് സിംഗിന്റെ മരണം 1931 മാർച്ച് 23 അദ്ദേഹം അറിയപ്പെടുന്നത് പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നാണ്. പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഭഗത് സിംഗ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള സ്ലോഗനാണ് അവർക്ക് ദേ മേ കിൽ മീ ബട്ട് നോട്ട് മൈ ഐഡിയാസ്. അവർക്ക് എന്നെ വധിക്കാൻ സാധിക്കും, പക്ഷേ എന്റെ ആശയങ്ങളെ വധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഭഗത് സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മുദ്രാവാക്യമാണ് ദേ മേ കിൽ മീ ബട്ട് നോട്ട് മൈ ഐഡിയാസ്. അവർക്ക് എന്നെ വധിക്കാൻ സാധിക്കും, പക്ഷേ എന്റെ ആശയങ്ങളെ വധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ഭഗത് സിംഗ് ചൌക്ക് എന്ന ഭഗത് സിംഗ് മെമ്മോറിയൽ, ഭഗത് സിംഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലാണ്. ഭഗത് സിംഗിന്റെ സ്മാരകം അറിയപ്പെടുന്നത് ഭഗത് സിംഗ് ചൌക്ക് എന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലാണ്. അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്ത് എഴുതിയ പ്രശസ്തമായിട്ടുള്ള ജേർണലാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്, ഞാൻ എന്തുകൊണ്ടൊരു നിരീശ്വരവാദിയായി. വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്ന പ്രശസ്തമായ ജേർണൽ അദ്ദേഹം എഴുതിയത് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴാണ്. അപ്പോ ഭഗത് സിംഗ്, അദ്ദേഹം അറിയപ്പെടുന്ന പേരുകള് ഷഹീദ് അല്ലെങ്കിൽ ഷഹീദി അസം. ജനനം 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ബംഗ, ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്. 1921 മൗലാന ഹസ്രത് മൊഹാനി മുദ്രാവാക്യം ചെയ്ത ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തിയാണ് ഭഗത് സിംഗ്. പിന്നീട് അദ്ദേഹം 1924 രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ HRA എന്ന വിപ്ലവ സംഘടനയിൽ അംഗമായി. 1926 അദ്ദേഹം ചെറുപ്പക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച വിപ്ലവ സംഘടനയാണ് നൌജവാൻ ഭാരത് സഭ. 1928 ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് എന്നിവർ ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ HSRA. അദ്ദേഹം 1928 ഡിസംബറിൽ രാജ്ഗുരുവിനും ചന്ദ്രശേഖർ ആസാദിനും ഒപ്പം ഒരു ബ്രിട്ടീഷ് ഓഫീസറായ സാൻഡേഴ്സനെ വധിക്കുന്നു. 1929 ഏപ്രിലിൽ അദ്ദേഹവും ബടുകേശ്വർ ദത്തും ചേർന്ന് ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിയുന്നു. ഈ രണ്ട് കേസും കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ വധശിക്ഷ വിധിക്കുന്നു ലാഹോർ ഗൂഢാലോചന എന്ന പേരിൽ. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത് 1931 മാർച്ച് 23 ലാഹോർ ജയിലിലാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് രക്തസാക്ഷികളുടെ രാജകുമാരൻ അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് മാർട്ടിയേഴ്സ് എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഉദ്ധരണിയാണ് ദേ മേ കിൽ മീ ബട്ട് നോട്ട് മൈ ഐഡിയാസ്. ഭഗത് സിംഗ് സ്മാരകം, ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. അദ്ദേഹത്തിന്റെ ജയിൽ സമയത്ത് അദ്ദേഹം എഴുതി തീർത്ത ജേർണലാണ് വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. വൈ ഐ ആം ആൻ എത്തിസ്റ്റ്. അത്രയുമാണ് ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ ഈസ് ചന്ദ്രശേഖർ ആസാദ്. Chandrasekhar Azad was popularly known as Azad. His real name was Chandrasekhar Tiwari.
He was born on 23rd July 1906, Bhavra, Madhya Pradesh. In 1924, he along with Ram Prasad Bismil joined the Hindustan Republican Association. He was involved in the 1925 Kakori train robbery along with Ram Prasad Bismil and Ashfaqullah Khan. He was also involved in the 1928 Sanderson assassination along with Bhagat Singh and Rajguru. In 1928, he formed Hindustan Socialistic Republican Association (HSRA) along with Bhagat Singh. In 1931 February 27, he shot himself to defend from British at Alfred Park, Allahabad. അടുത്തത് ചന്ദ്രശേഖർ ആസാദ്. ചന്ദ്രശേഖർ ആസാദ്. അദ്ദേഹം പോപ്പുലറായി അറിയപ്പെടുന്ന പേരാണ് ആസാദ്. ആസാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ചന്ദ്രശേഖർ തിവാരി. ചന്ദ്രശേഖർ തിവാരി. അദ്ദേഹത്തിന്റെ ജനനം 1906 ജൂലൈ 23 മധ്യപ്രദേശിലെ ഭാവറ എന്ന സ്ഥലത്താണ്. 1906 ജൂലൈ 23 മധ്യപ്രദേശിലെ ഭാവറ എന്ന സ്ഥലത്താണ് ചന്ദ്രശേഖർ ആസാദിന്റെ ജനനം. 1924 രാംപ്രസാദ് ബിസ്മിലിനോടൊപ്പം അദ്ദേഹം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിൽ ചേരുന്നു. 1924 ചന്ദ്രശേഖർ ആസാദ് രാംപ്രസാദ് ബിസ്മിലിനൊപ്പം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിൽ ചേരുന്നു. 1925 കക്കോരി ട്രെയിൻ റോബറി കേസിൽ രാംപ്രസാദ് ബിസ്മിലിനും അഷ്ഫാഖുള്ള ഖാനുമൊപ്പം പങ്കെടുത്ത വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ്. 1925 കക്കോരി ട്രെയിൻ റോബറി കേസിൽ രാംപ്രസാദ് ബിസ്മില്, അഷ്ഫാഖുള്ള ഖാൻ എന്നിവരോടൊപ്പം പങ്കെടുത്ത വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ്. 1928 ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവർക്കൊപ്പം സാൻഡേഴ്സൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ വധത്തിലും പങ്കെടുത്ത വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ്. 1928 ഭഗത് സിംഗിനും രാജ്ഗുരുവിനൊപ്പം സാൻഡേഴ്സൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ വധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ്. 1928 ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് HSRA അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1928 ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് HSRA അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1931 ഫെബ്രുവരി 27 അദ്ദേഹം ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിനിടെ സ്വയം വെടിവെച്ച് ജീവൻ അവസാനിപ്പിച്ചു, അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച്. 1931 ഫെബ്രുവരി 27 ബ്രിട്ടീഷുകാരുമായുള്ള ഒരു ഏറ്റുമുട്ടലിനിടെ സ്വയം വെടിവെച്ച് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നു. അലഹബാദ് ആൽഫ്രഡ് പാർക്കിൽ വെച്ചാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോ ചന്ദ്രശേഖർ ആസാദ്, അദ്ദേഹം യഥാർത്ഥത്തിൽ അറിയപ്പെടുന്ന പേര് ആസാദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രശേഖർ തിവാരി എന്നായിരുന്നു. ജനനം 1906 ജൂലൈ 23 മധ്യപ്രദേശിലെ ഭാവറ എന്ന സ്ഥലത്ത്. 1924 രാംപ്രസാദ് ബിസ്മിലിനോടൊപ്പം HRA അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയിൽ ചേരുന്നു. 1925 രാംപ്രസാദ് ബിസ്മില്, അഷ്ഫാഖുള്ള ഖാൻ എന്നിവരോടൊപ്പം കക്കോരി ട്രെയിൻ റോബറിയിൽ പങ്കെടുക്കുന്നു. 1928 ഭഗത് സിംഗ്, രാജ്ഗുരു എന്നിവരോടൊപ്പം സാൻഡേഴ്സൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ പങ്കെടുക്കുന്നു. 1928 ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ് മുതലായവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് HSRA അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റിക് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1931 ഫെബ്രുവരി 27 അദ്ദേഹം അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ ആത്മഹത്യ ചെയ്തു. അത്രയാണ് ചന്ദ്രശേഖർ ആസാദ്. നെക്സ്റ്റ് വൺ ഈസ് രാംപ്രസാദ് ബിസ്മിൽ. രാംപ്രസാദ് ബിസ്മിൽ. He was popularly known as Bismil. He was born on 1897 June 11 at Shahjahanpur, Uttar Pradesh. He was involved in the 1918 Mainpuri conspiracy and the 1925 Kakori train conspiracy. His pen names were Ram, Bismil and Agyad. Ram, Bismil and Agyad were the pen names of Ramprasad Bismil. His autobiography is
Musing from the gallows. Musing from the gallows. He was hanged on 19th December 1927 at Gorakhpur jail. He popularized the patriotic song Sarfaroshi Ki Tamanna written by Bismil Asimbadi in 1921. അടുത്തത് റാംപ്രസാദ് ബിസ്മിൽ. റാംപ്രസാദ് ബിസ്മിൽ അദ്ദേഹം പൊതുവിൽ അറിയപ്പെടുന്ന പേരാണ് ബിസ്മിൽ. ബിസ്മിൽ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റാംപ്രസാദ് ബിസ്മിൽ. അദ്ദേഹത്തിന്റെ ജനനം 1897 ജൂൺ 11 ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ. റാംപ്രസാദ് ബിസ്മിലിന്റെ ജനനം 1897 ജൂൺ 11 ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ. 1918 മെയിൻപുരി ഗൂഢാലോചന, 1925 കക്കോരി ട്രെയിൻ റോബറി മുതലായ വിപ്ലവ സംഭവങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ് റാംപ്രസാദ് ബിസ്മിൽ. 1918 മെയിൻപുരി ഗൂഢാലോചന, 1925 ട്രെയിൻ കവർച്ച, കക്കോരി ട്രെയിൻ കവർച്ച മുതലായ വിപ്ലവ സംഭവങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ് റാംപ്രസാദ് ബിസ്മിൽ. അദ്ദേഹത്തിന്റെ തൂലികാനാമങ്ങളായിരുന്നു റാം, ബിസ്മിൽ, അഗ്യാദ് മുതലായവ. റാംപ്രസാദ് ബിസ്മിലിന്റെ തൂലികാനാമങ്ങളാണ് റാം, ബിസ്മിൽ, അഗ്യാദ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മ്യൂസിംഗ് ഫ്രം ദ ഗാലോസ്. മ്യൂസിംഗ് ഫ്രം ദ ഗാലോസ്. റാംപ്രസാദ് ബിസ്മിലിന്റെ ആത്മകഥയാണ് മ്യൂസിംഗ് ഫ്രം ദ ഗാലോസ്. അദ്ദേഹത്തിന് 1927 ഡിസംബർ 19 ഗോരഖ്പൂർ ജയിലിൽ തൂക്കിലേറ്റി. 1927 ഡിസംബർ 19 ഗോരഖ്പൂർ ജയിലിൽ റാംപ്രസാദ് ബിസ്മിലിനെ തൂക്കിലേറ്റി. 1921 ബിസ്മിൽ അസീംബാദി എഴുതിയ സർഫറോഷി കി തമന്ന എന്ന വിപ്ലവ ഗാനം ജനകീയമാക്കിയ വ്യക്തിയാണ് റാംപ്രസാദ് ബിസ്മിൽ. 1921 ബിസ്മിൽ അസീംബാദി എഴുതിയ സർഫറോഷി കി തമന്ന എന്ന വിപ്ലവ ഗാനം ജനകീയമാക്കിയ വ്യക്തിയാണ് റാംപ്രസാദ് ബിസ്മിൽ. ഇപ്പോ റാംപ്രസാദ് ബിസ്മിൽ പോപ്പുലർലി നോൺ ആസ് ബിസ്മിൽ, അദ്ദേഹം ബിസ്മിൽ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജനനം 1897 ജൂൺ 11 ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരില്. അദ്ദേഹം 1918 മെയിൻപുരി ഗൂഢാലോചന, 1925 കക്കോരി ട്രെയിൻ കവർച്ച മുതലായ വിപ്ലവ സംഭവങ്ങളിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ തൂലികാനാമങ്ങളാണ് രാമ, ബിസ്മിൽ, അഗ്യാദ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മ്യൂസിംഗ് ഫ്രം ദ ഗാലോസ്. മ്യൂസിംഗ് ഫ്രം ദ ഗാലോസ്. അദ്ദേഹത്തിനെ 1927 ഡിസംബർ 19 ഗോരഖ്പൂർ ജയിലിൽ തൂക്കിലേറ്റി. 1921 ബിസ്മിൽ അസീംബാദി എഴുതിയ സർഫറോഷി കി തമന്ന എന്ന വിപ്ലവ ഗാനം ജനകീയമാക്കിയ വ്യക്തിയാണ് റാംപ്രസാദ് ബിസ്മിൽ. നെക്സ്റ്റ് വൺ ഈസ് B.R. Ambedkar. B.R. Ambedkar. He was known as the architect of Indian Constitution or the Baba Sahib Ambedkar. He was born on 14th April 1891 in Madhya Pradesh. In 1920, he began the weekly Mook Nayak. His other publications were Bahishkrit Bharat and Equality Janata. Gandhiji and Ambedkar signed the Pune Pact in 1932, September 24. He was the Indian leader who participated in all the three roundtable conferences. In 1936, he formed the Independent Labour Party. He published his book Annihilation of Castes in 1936. He was a chairman of Drafting Committee of Indian Constitution. He was the first law minister in independent India. In 1955, he formed the Bharatiya Buddha Mahasabha. He converted into Buddhism in 1956. He died on 6th December 1956. His famous works were Buddha and Marx,
Pakistan or partition of India, castes in India, and waiting for visa. The last book of Ambedkar was Buddha and his Dharma. He was posthumously honored with Bharat Ratna in 1990. The country observed December 6 as the Mahaparinirvan Divas. His burial place is known as Chaitra Bhumi or Chaitanya Bhumi. അടുത്തത് B.R. അംബേദ്കർ. B.R. അംബേദ്കർ അദ്ദേഹം അറിയപ്പെടുന്നത് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി ബാബാ സാഹിബ് അംബേദ്കർ എന്നീ പേരുകളിലാണ്. B.R. അംബേദ്കർ അറിയപ്പെടുന്നത് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ബാബാ സാഹിബ് അംബേദ്കർ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് B.R. അംബേദ്കർ. അദ്ദേഹത്തിന്റെ ജനനം 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലാണ്. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലാണ് അംബേദ്കറുടെ ജനനം. 1920 അദ്ദേഹം ആരംഭിച്ച വാരികയാണ് മൂക് നായക്. 1920 അംബേദ്കർ ആരംഭിച്ച വാരികയാണ് മൂക് നായക്. അദ്ദേഹത്തിന്റെ മറ്റു പ്രസിദ്ധീകരണങ്ങളാണ് ബഹിഷ്കൃത് ഭാരത്, ഇക്വാലിറ്റി ജനത. അംബേദ്കറുടെ മറ്റു പ്രസിദ്ധീകരണങ്ങളാണ് ബഹിഷ്കൃത് ഭാരത്, ഇക്വാലിറ്റി ജനത. ഗാന്ധിജിയും അംബേദ്കറുമായി പൂന ഉടമ്പടി ഒപ്പുവെച്ചതാണ് 1932 സെപ്റ്റംബർ 24. ഗാന്ധിജിയും അംബേദ്കറും പൂന ഉടമ്പടി അല്ലെങ്കിൽ പൂന പാക്ട് ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ 24. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാവാണ് B.R. അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് B.R. അംബേദ്കർ. 1936 അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. 1936 അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. 1936 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. 1936 അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന അംബേദ്കറുടെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ വേളയിൽ അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു B.R. അംബേദ്കർ. അദ്ദേഹമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ലോ മിനിസ്റ്റർ അല്ലെങ്കിൽ നിയമമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ലോ മിനിസ്റ്റർ അല്ലെങ്കിൽ നിയമമന്ത്രിയാണ് B.R. അംബേദ്കർ. 1955 അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഭാരതീയ ബുദ്ധ മഹാസഭ. 1955 അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ഭാരതീയ ബുദ്ധ മഹാസഭ. അദ്ദേഹം 1956 ബുദ്ധമതം സ്വീകരിക്കുന്നു. 1956 അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം 1956 ഡിസംബർ 6. 1956 ഡിസംബർ 6. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ബുദ്ധ ആൻഡ് മാർക്സ്, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, കാസ്റ്റസ് ഇൻ ഇന്ത്യ, വെയിറ്റിംഗ് ഫോർ വിസ. അംബേദ്കറുടെ പ്രശസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങളാണ് ബുദ്ധ ആൻഡ് മാർക്സ്, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, കാസ്റ്റസ് ഇൻ ഇന്ത്യ, വെയിറ്റിംഗ് ഫോർ വിസ. അദ്ദേഹം അവസാനമായി എഴുതിയ പുസ്തകമാണ് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. അംബേദ്കർ അവസാനമായി എഴുതി തയ്യാറാക്കിയ പുസ്തകമാണ് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. 1990 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചു. 1990 അംബേദ്കറിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ചരമദിനമായ ഡിസംബർ 6 ഭാരതം
മഹാപരിനിർവാൺ ദിവസായി ആഘോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണദിനമായ ഡിസംബർ 6 ഇന്ത്യ മഹാപരിനിർവാൺ ദിവസായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ചൈത്രഭൂമി അല്ലെങ്കിൽ ചൈതന്യഭൂമി എന്നാണ്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേരുകളാണ് ചൈത്രഭൂമി, ചൈതന്യഭൂമി. അപ്പോ അംബേദ്കർ, അദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ: ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബാബാ സാഹിബ് അംബേദ്കർ. ജനനം 1891 ഏപ്രിൽ 14 മധ്യപ്രദേശില്. അദ്ദേഹം 1920 ഒരു വീക്കിലി തുടങ്ങി, അതിന്റെ പേരാണ് മൂക്ക് നായക്. അദ്ദേഹത്തിന്റെ മറ്റു പ്രസിദ്ധീകരണങ്ങളാണ് ബഹിഷ്കൃത ഭാരത്, ഇക്വാളിറ്റി ജനത. അംബേദ്കർ ഗാന്ധിജിയുമായി പൂന ഉടമ്പടി ഒപ്പുവെച്ചതാണ് 1932 സെപ്റ്റംബർ 24. അദ്ദേഹം 3 വട്ടമേശ സംഘടനകളിലും പങ്കെടുത്തു. 1936 അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. 1936 അദ്ദേഹം അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി അല്ലെങ്കിൽ ലോ മിനിസ്റ്റർ ആയിരുന്നു. 1955 അദ്ദേഹം സ്ഥാപിച്ചതാണ് ഭാരതീയ ബുദ്ധ മഹാസഭ. അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് മാറുന്നത് 1956 അദ്ദേഹത്തിന്റെ മരണം 1956 ഡിസംബർ 6 അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് ബുദ്ധ ആൻഡ് മാർക്സ്, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, കാസ്റ്റസ് ഇൻ ഇന്ത്യ, വെയിറ്റിംഗ് ഫോർ വിസ. അദ്ദേഹത്തിന്റെ അവസാന പുസ്തകമാണ് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് മരണാനന്തരമായിട്ട് 1990 അദ്ദേഹത്തിന്റെ ചരമദിനമായ ഡിസംബർ 6 ഇന്ത്യ ആചരിക്കുന്നത് എന്തായിട്ടാണ്? മഹാപരിനിർവാൺ ദിവസ്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്വാസ അറിയപ്പെടുന്നത് ചൈത്രഭൂമി അല്ലെങ്കിൽ ചൈതന്യഭൂമി എന്നൊക്കെയാണ്. അത്രയാണ് അംബേദ്കർ. നെക്സ്റ്റ് വൺ ഈസ് രാജഗോപാൽ ആചാരി. രാജഗോപാൽ ആചാരി. ഹി വാസ് പോപ്പുലർലി നോൺ ആസ് രാജാജി, മാംഗോ ഓഫ് സേലം, ചക്രവർത്തി രാജഗോപാൽ ആചാരി, CR. He was born on 10th December 1878 in Madras. In 1930, he led the Salt Satyagraha in Vedaranyam, Tamil Nadu, and hence known as Vedaranyam Gandhi. He proposed the CR formula in 1944. He became the first Indian Governor General of India in 1948. He was the first one to receive the highest civilian award Bharat Ratna in 1954. He formed Swatantra Party in 1959. He died on 1972. Gandhiji described him as the keeper of his conscience. അടുത്തത് രാജഗോപാൽ ആചാരി. രാജഗോപാൽ ആചാരി അദ്ദേഹം പൊതുവിൽ അറിയപ്പെടുന്ന പേരുകളാണ് രാജാജി, മാംഗോ ഓഫ് സേലം അല്ലെങ്കിൽ സേലത്തെ മാമ്പഴം, ചക്രവർത്തി രാജഗോപാൽ ആചാരി, CR. CR ദാസ് ഉണ്ട്, അത് അദ്ദേഹം CR ദാസ് എന്നാണ് അറിയപ്പെടുന്നത്. CR എന്നറിയപ്പെടുന്നത് രാജഗോപാൽ ആചാരിയാണ്. C രാജഗോപാലാചാരി എന്നതിന്റെ ചുരുക്കെഴുത്തായ CR. ഇപ്പൊ രാജഗോപാലാചാരി അറിയപ്പെടുന്ന പേരുകളാണ് രാജാജി, സേലത്തെ മാമ്പഴം അല്ലെങ്കിൽ മാംഗോ ഓഫ് സേലം, ചക്രവർത്തി രാജഗോപാലാചാരി, CR. അദ്ദേഹത്തിന്റെ ജനനം 1878 ഡിസംബർ 10 മദ്രാസിലാണ്. അദ്ദേഹത്തിന്റെ ജനനം 1878 ഡിസംബർ 10 മദ്രാസിലാണ്. 1930 തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാജഗോപാലാചാരി. അതുകൊണ്ട് അദ്ദേഹം എന്താണെന്ന് അറിയപ്പെടുന്നു? വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നു. 1930 തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് C രാജഗോപാലാചാരി. അതുകൊണ്ട് അദ്ദേഹം എന്തെന്നറിയപ്പെടുന്നു? വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നു.
വിഭജനവുമായി ബന്ധപ്പെട്ട് 1944 CR ഫോർമുല മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിച്ച വ്യക്തിയാണ് രാജഗോപാലാചാരി. അപ്പോ CR ഫോർമുല രാജഗോപാലാചാരി നിർദ്ദേശിച്ച വർഷം 1944. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലായ വ്യക്തിയാണ് രാജഗോപാലാചാരി. വർഷം 1948. സ്വതന്ത്ര ഇന്ത്യയിൽ ഗവർണർ ജനറലായ ഒരേ ഒരു ആദ്യത്തെ ഇന്ത്യക്കാരനും രാജഗോപാലാചാരി തന്നെയാണ്. അദ്ദേഹം 1954 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന കൈവാങ്ങുന്ന ആദ്യത്തെ വ്യക്തിയായി. 1954 ആദ്യത്തെ ഭാരതരത്നം ജേതാവായ വ്യക്തിയാണ് രാജഗോപാലാചാരി. 1959 അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. സി രാജഗോപാലാചാരി 1959 സ്ഥാപിച്ച പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. അദ്ദേഹത്തിന്റെ മരണം 1972. രാജഗോപാലാചാരിയുടെ മരണം 1972. ഗാന്ധിജി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കീപ്പർ ഓഫ് മൈ കൺസയൻസ്, മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാരൻ എന്നാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പ്രശസ്തമായ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി തന്നെയാണ്. കീപ്പർ ഓഫ് മൈ കൺസയൻസ് അല്ലെങ്കിൽ എന്റെ മനസാക്ഷിയുടെ സൂക്ഷിപ്പുകാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തിയാണ് സി രാജഗോപാലാചാരി. അപ്പോ സി രാജഗോപാലാചാരി പൊതുവിൽ അറിയപ്പെടുന്ന പേരുകൾ രാജാജി, മാംഗോ സേലം, ചക്രവർത്തി രാജഗോപാലാചാരി, CR. ജനനം 1878 ഡിസംബർ 10 മദ്രാസ്. 1930 തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നു. അങ്ങനെ വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നു. 1944 CR ഫോർമുല നിർദ്ദേശിക്കുന്നു. 1948 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അല്ലെങ്കിൽ ഒരേ ഒരു ഇന്ത്യക്കാരനായ ഗവർണർ ജനറലും ആയിത്തീർന്നു. 1954 ആദ്യത്തെ ഭാരതരത്ന ജേതാവായി. 1959 സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചു. 1972 മരണം. അദ്ദേഹത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, കീപ്പർ ഓഫ് കൺസയൻസ്. ഇത്രയാണ് രാജഗോപാലാചാരി. നെക്സ്റ്റ് വൺ ഈസ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു, പോപ്പുലർലി നോൺ ആസ് Chachaji Chacha Nehru. He was the architect of Indian foreign policy and the architect of modern India. He was born on 1889 November 40 in Allahabad. He entered into the Indian independence movement by attending the 1912 Bangipur INC session. In 1928, Nehru, along with Subhash Chandra Bose and S. Srinivas Iyer, formed the Independence for India League. He was the president of INC Lahore session in 1929 when INC declared Purna Swaraj. He was the president of 1937 INC Faizpur session when INC met a session first time in a village. Gandhiji acknowledged Nehru as his political heir and successor in 1941. He was honored with Bharat Ratna in 1955. He was the first Prime Minister of India who received Bharat Ratna. He died on 27th May 1964 and his burial place is situated in Delhi known as Shandivan. His famous works were The Discovery of India, Glimpse of World History, Letters from a Father to Daughter. His autobiography was known as An Autobiography or Toward Freedom. His comment about INC was very much an English-knowing upper-class affair. His birthday is celebrated as Deshiya Bal Divas
or National Children's Day on November 14. അടുത്തത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അദ്ദേഹം പൊതുവിൽ അറിയപ്പെടുന്ന പേരുകളാണ് ചാച്ചാജി, ചാച്ചാ നെഹ്റു. ചാച്ചാജി, ചാച്ചാ നെഹ്റു എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയത്തിന്റെ സൃഷ്ടാവ്, മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സൃഷ്ടാവ്. ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ജനനം 1889 നവംബർ 14 അലഹബാദിലാണ്. 1889 നവംബർ 14 അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജനനം. അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത് 1912 ബങ്കിപ്പൂർ INC സെഷനിൽ പങ്കെടുത്തുകൊണ്ടാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു തുടങ്ങുന്നത് 1912 INCയുടെ ബങ്കിപ്പൂർ സെഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. 1928 സുഭാഷ് ചന്ദ്രബോസിനോടും ശ്രീനിവാസ് അയ്യരോടൊപ്പം ചേർന്ന് ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച സംഘടനയാണ് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ്. 1928 ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീനിവാസ് അയ്യർ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന സംഘടന ഇതല്ല, അത് മറ്റൊരു സംഘടനയാണ്, വിപ്ലവ സംഘടനയാണ്. അതുമായി ബന്ധപ്പെട്ട വ്യക്തി റാഷ് ബിഹാരി ബോസ് ആണ്. ഇത് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ്. ഇത് സ്ഥാപിച്ചത് 1928 തന്നെയാണ്. സ്ഥാപിച്ച വ്യക്തി നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീനിവാസ അയ്യർ. സംഘടനയുടെ പേര് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ്. 1929 INC പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വേളയിൽ INCയുടെ പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റു. 1929 INCയുടെ ലാഹോർ സെഷനിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുമ്പോഴുള്ള INCയുടെ പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റു. 1937 ഫെയ്സ്പൂരിൽ വെച്ച് ആദ്യമായി ഒരു ഗ്രാമത്തിൽ INC സെഷൻ കൂടിയപ്പോൾ അന്നത്തെ പ്രസിഡന്റും ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. 1937 ഫെയ്സ്പൂരിൽ വെച്ച് ആദ്യമായി ഒരു ഗ്രാമത്തിൽ INC സമ്മേളനം കൂടിയപ്പോൾ അതിന്റെ പ്രസിഡന്റും ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. 1941 ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഗാന്ധിജി നെഹ്റുവിനെ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ച വർഷമാണ് 1941. 1955 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. 1955 ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചു. ഭാരതരത്നം ലഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഭാരതരത്നം ലഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ മരണം 1964 മെയ് 27. ജവഹർലാൽ നെഹ്റുവിന്റെ മരണം 1964 മെയ് 27. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അത് അറിയപ്പെടുന്ന പേര് ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേര് ശാന്തിവനം, സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയില്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തല്, ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു എ ഡോട്ടർ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഡോട്ടർ. അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് 2 പേരുണ്ട്. ആൻ ഓട്ടോബയോഗ്രഫി എന്നറിയപ്പെടുന്നതും ടുവേർഡ് ഫ്രീഡം എന്നറിയപ്പെടുന്നതും ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയാണ്. രണ്ടും ഒരു പുസ്തകമാണ്, അതിന് 2 പേരുണ്ട്. ആൻ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ടുവേർഡ് ഫ്രീഡം, 2 പേരിലും അറിയപ്പെടുന്ന ആത്മകഥയാണ് ജവഹർലാൽ നെഹ്റുവിന്റേത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉന്നത കുലജാതരുടെ കൂട്ടം, എ വെരി മച്ച് ഇംഗ്ലീഷ് നോയിങ് അപ്പർ ക്ലാസ് അഫയർ എന്ന INC വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 ദേശീയ ബാൽ ദിവസ് അല്ലെങ്കിൽ നാഷണൽ ചിൽഡ്രൻ ഡേ, ദേശീയ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. നവംബർ 14 ദേശീയ ബാൽ ദിവസ് അല്ലെങ്കിൽ
നാഷണൽ ചിൽഡ്രൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ ജവഹർലാൽ നെഹ്റു പൊതുവിൽ അറിയപ്പെടുന്ന പേരുകൾ ചാച്ചാജി, ചാച്ചാ നെഹ്റു. അദ്ദേഹം മറ്റേതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു? ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി, ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ. ജനനം 1889 നവംബർ 14 അലഹബാദില്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വരുന്നത് 1912 ബങ്കിപ്പൂർ INC സെഷനിലൂടെ. 1928 നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, S. ശ്രീനിവാസ് അയ്യർ എന്നിവർ ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ്. 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INCയുടെ ലാഹോർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. 1937 INC ഫൈസ്പൂർ സെഷൻ, ആദ്യമായി ഒരു ഗ്രാമത്തിൽ വെച്ച് INC സെഷൻ കൂടിയ ഫൈസ്പൂർ സെഷന്റെ പ്രസിഡന്റും ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. 1941 ഗാന്ധിജി നെഹ്റുവിനെ പൊളിറ്റിക്കൽ സക്സസർ അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. 1955 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നെഹ്റു. 1964 മെയ് 27 മരണം. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഡൽഹിയിലാണ്. അറിയപ്പെടുന്ന പേര് ശാന്തിവനം. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഡോട്ടർ. അദ്ദേഹത്തിന്റെ ആത്മകഥ അറിയപ്പെടുന്ന പേരുകളാണ് ആൻ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ടുവേർഡ് ഫ്രീഡം. അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ ബാൽ ദിവസ് അല്ലെങ്കിൽ നാഷണൽ ചിൽഡ്രൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു നവംബർ 14. അദ്ദേഹം INCയെ പറ്റി പറഞ്ഞത് വെരി മച്ച് ആൻ ഇംഗ്ലീഷ് നോയിങ് അപ്പർ ക്ലാസ് അഫെയർ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉന്നത കുലജാതരുടെ കൂട്ടം. അപ്പൊ അത്രയാണ് ജവഹർലാൽ നെഹ്റു. വി വിൽ കണ്ടിന്യൂ ദിസ് ചാപ്റ്റർ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.